സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കിയിരിക്കുന്ന പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ ജിയുടെ ആ ഒരു നിലപാടിനോട് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം വലിയ സന്തോഷമാണ്. ഇരുകരങ്ങളും നീട്ടിയാണ് അവരെല്ലാം അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത്, അല്ലെ സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. ഒരു വീട്ടമ്മയുടെ ഒരു പ്രതികരണമുണ്ട്, അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം, കണ്ടു നോക്കിക്കോ. എനിക്ക് സന്തോഷമൊന്നുമില്ല. സന്തോഷിക്കാതെന്ന് ഇപ്പൊ 6-60 എല്ലാത്തിനും ഒരേപോലെ ആയിരുന്നു. സർക്കാർ ഇപ്പൊ ചെയ്തെങ്കിലും ജനങ്ങളിൽ നിന്നല്ലേ ഇതെല്ലാം ഈടാക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്തോന്ന് സന്തോഷിക്കാൻ? ഇതിപ്പോ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് ആൾക്കാരെ പുരുഷന്മാരെ ഓട്ടുന്നവർക്ക് വേണ്ടേ? പുരുഷന്മാര് നമ്മളെ കൂടെ വരണം, പുരുഷന്മാരെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാതെ സൗജന്യമായിട്ട് ഇതൊക്കെ നിലനിൽക്കാനാണ് ഈ സർക്കാർ ഇതൊക്കെ രൂപീകരിച്ച് വെച്ചാൽ. ഒന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അവർക്കൊന്നും ചെയ്യായിരുന്നു. 6 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ 60 മുകളിലോട്ടുള്ളവർക്ക് വേണമെങ്കിൽ സൗജന്യ യാത്ര കൊടുക്കാം, വികലാംഗർക്കും കൊടുക്കാം. ഇതിപ്പോ എല്ലാവർക്കും 50,000 രൂപ ശമ്പളം വാങ്ങിച്ചോണം, 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചോണ്ട് സൗജന്യ യാത്ര. ഇതിലൊക്കെ എന്തോന്ന് അർത്ഥം? ഇത് ജനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാനും ജനങ്ങളിൽ നിന്ന് തന്നെ അവര് പൈസ കരം ഈടാക്കി വ്യാപിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്കതിൽ സന്തോഷമൊന്നുമില്ല. എനിക്ക് ഒറ്റ സന്തോഷമില്ല. ഞാൻ സ്ത്രീ തന്നെയാണ്, സൗജന്യ യാത്രയാണ്. എനിക്കതിൽ ഒരു സന്തോഷമില്ല. ജനങ്ങളെ പിടുങ്ങാൻ വേണ്ടിയുള്ള സന്തോഷം. ഞാൻ ആ ബസ്സിൽ ഇങ്ങോട്ട് വന്നപ്പോഴും കയറിയില്ല. ഒരിക്കലും കയറൂലെന്നല്ല, അതിൽ കയറൂലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ കയറൂലെന്ന് ഞാൻ പറഞ്ഞില്ല. ബസ് യാത്ര നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെയും കൂടെ ആവുമ്പോഴോ അതിപ്പോ ചെയ്യുന്നത് നല്ലതാണോ എന്നേ ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാൻ ആ ബസ്സിൽ കയറൂലെന്നല്ല പറഞ്ഞത്. സർക്കാർ ഇതുണ്ടാക്കി വെച്ചേക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ജനങ്ങളിൽ നിന്ന് പിഴിയാൻ വേണ്ടി തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. അല്ലാതെ അവർക്കിത് നഷ്ടം വന്ന അവര് ഇന്ധനങ്ങളിലും സാധനങ്ങളിലൊക്കെ വിലക്കയറ്റം ഉണ്ടാവൂലേ? അപ്പൊ നമ്മളിൽ നിന്നല്ലേ പിഴിയണം. പിന്നെ നമുക്ക് എന്തോരം ലാഭം? എന്തോന്ന് ലാഭമാണ് അതില്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കയറൂലെന്നല്ല ഞാൻ പറഞ്ഞത്. ആശങ്കാഭാവമാണ് പറഞ്ഞത്. ഓരോ പൗരം ഓരോ ഇന്ത്യ കണ്ടില്ലേ, ഇത് രാഷ്ട്രീയമെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടമ്മ പറഞ്ഞത് വളരെയധികം കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു വീട്ടമ്മ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ആയിരിക്കണമായിരുന്നു ഈ ഒരു സൗജന്യ യാത്ര കൊടുക്കേണ്ടതെന്നും ഇതിൻ്റെ വരും വരാഴികൾ എന്താണെന്നുമൊക്കെ വളരെയധികം വ്യക്തമായിട്ട് തന്നെയാണ് ആ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ അമ്മ പറഞ്ഞിരിക്കുന്നത്.